നമ്മളിതേ അങ്ങനെ നമ്മുടെ കന്യാകുമാരി ട്രിപ്പ് നമ്മളിവിടെ തൃപ്പരപ്പ് എത്തിയിട്ടുണ്ട്. ആദ്യം ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ. റെഡി കഴിഞ്ഞ് ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ച പൂരിയായിരുന്നു, കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഗേസ് ഇനിതാ നമ്മൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നത്. ദീപാവലിയുടെ എന്നാണ് നമ്മളിപ്പോൾ ഇപ്പോൾ വന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്, 10 രൂപ. ഇങ്ങനെ 20 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് എല്ലായിടത്തുള്ളത് പോലത്തെ സ്റ്റോളുകൾ നമുക്കിവിടെയും കാണാൻ സാധിക്കും. അങ്ങനെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഗേസ്. കാണുന്ന വെള്ളച്ചാട്ടം നിങ്ങൾ തൃപ്പരപ്പ് വരുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടിലോട്ടാണ് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ സെറ്റ് സ്പോട്ടാണിത്. അങ്ങനെ ഗൈസ് രണ്ടാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മുട്ടിടിച്ച അമ്പലയിലാണ് നിൽക്കുന്നത്. ഗൈസ് നമ്മൾ 9:30 ആയപ്പം എവിടെ ഗൈസ് നമ്മൾ 9 മണിയായപ്പം തൃപ്പരപ്പെന്ന് തിരിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോൾ ടൈം 10:23. ഇവിടെ നിന്നൊരു 11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളാളെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, മണിയടിച്ച അമ്പാറ. നമ്മുടെ പുതിയൊരു ബ്ലോഗറാണ്, മിക്സ് വേൾഡ്. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഭയങ്കര സെറ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗേസ്. നമ്മളിപ്പോൾ അടുത്തെത്തിയിരിക്കുന്നത് മണിയടിച്ച അമ്പാറ ഗേസ്. പിന്നെ അവിടെ നിന്ന് നേരെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയാണ്. കന്യാകുമാരിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്നതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം അതൊരു വൈബല്ലേ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ടിക്കറ്റും എടുത്ത് ഫസ്റ്റ് നമ്മൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ തിരക്ക് ഒരു രക്ഷയിലായിരുന്നു, 100 രൂപ ടിക്കറ്റ്. പിന്നെ
നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ഇവിടെ നിന്ന് കയറി ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 30 രൂപ കൊടുക്കണം. പിന്നെ അല്ലാതെ 300 രൂപയുടെ ടിക്കറ്റും ഉണ്ട്. അത് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഇത് നോർമൽ ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്കും നമ്മൾ നന്നായിട്ടൊക്കെ ക്യൂ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടി വരും. ഒരു രക്ഷയില്ല. പക്ഷേ സംഭവം നമ്മളകത്ത് കയറി പിടിച്ചിറങ്ങാനായപ്പോഴേക്കും നല്ല നെരിച്ച മഴയായിരുന്നു. മഴയെല്ലാം നനയേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ തിരക്ക് ഒരു രക്ഷയില്ല. ദീപാവലിക്ക് തന്നെ പോയത് കൊണ്ട് തന്നെ എല്ലാവരും തിരക്കായിരുന്നു. എക്സ്പീരിയൻസ് വേറൊരു ലെവലാണ്. അങ്ങോട്ട് പോണ്ടേ എന്റെ തീരം എടുത്ത് ഒട്ടിച്ചിരിക്കുന്നെടുത്ത് ചെറിയ ില്ല വെള്ളത്തിൽ 25 താടിയും വളർത്തിയൊക്കെ കിടക്കുന്നതായിരിക്കാണ് പേടി. വെള്ളം കാണും, അടി കൂടി താണ്ട വെള്ളം വേണം. പെട്ടെന്ന് വരണം. ഇവിടെ തന്നെ വരുന്നുണ്ടോ? ഇതായിരുന്നു